നമസ്കാരം. സംസ്ഥാനത്തെ സ്കൂളുകളിലെ അറബിക് പഠനത്തിനായി കേരള സർക്കാർ സൗദി അറേബ്യയുമായി സഹകരണത്തിന് ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സൗദി അറേബ്യയിലെ പ്രമുഖ സർവകലാശാലകൾ ഇതിനോടകം സ്കൂൾ തലത്തിൽ അറബിക് പഠനത്തെ പിന്തുണയ്ക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചതായാണ് വിവരം. സംസ്ഥാന കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് ട്രെയിനിങ് മുന്നിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമായാൽ ഇതാദ്യമായാണ് SCERTO ഒരു വിദേശ രാജ്യവുമായി സഹകരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മന്ത്രി, പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി, MLAമാർ, ആസൂത്രണ ബോർഡ് പ്രതിനിധി എന്നിവരടങ്ങുന്ന SCERT ഗവേണിംഗ് ബോഡി ഈ സാധ്യത പരിഗണിക്കുകയും മറ്റൊരു രാജ്യവുമായുള്ള ബന്ധം ഉൾപ്പെടുന്നതിനാൽ സംസ്ഥാന സർക്കാരിന് കൈമാറാൻ തീരുമാനിക്കുകയും ചെയ്തു. നിർദ്ദേശം പരിശോധിച്ച ശേഷം അറബി പഠനത്തിനുള്ള പിന്തുണ എങ്ങനെ നൽകുമെന്നതിനെക്കുറിച്ച് ദില്ലിയിലെ സൗദി എംബസിയുമായി ചർച്ച നടത്താൻ സർക്കാർ SCERT ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ലഭ്യമാകുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് സഹകരണത്തിന് അധ്യാപകർക്കുള്ള പരിശീലനം ഉൾപ്പെടുന്നുണ്ട്. ഇത് ഒന്നുകിൽ സൗദി അറേബ്യയിലെ സർവകലാശാലകളിൽ നൽകും, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വിദഗ്ധർ ഇവിടെ എത്തി അധ്യാപകർക്ക് പരിശീലനം നൽകും. ചർച്ചകൾ വിജയകരമാണെങ്കിൽ ഈ വർഷം തന്നെ സഹകരണത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ നിലവിൽ SCERT തയ്യാറാക്കിയ അറബിക് പാഠങ്ങളാണ് പഠിക്കുന്നത്. സംസ്ഥാനത്തെ 5509 സ്കൂളുകളായി 9.32 ലക്ഷം വിദ്യാർത്ഥികളാണ് അറബിക് പഠിക്കുന്നത്. 6703 അധ്യാപകരാണ് ഇവർക്കുള്ളത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3000 കുട്ടികളാണ് അറബിക് പഠിക്കുന്നത്. ഇവർക്കായി 200 അധ്യാപകരുണ്ട്. 2023 സംസ്ഥാനത്തെ സ്കൂളുകളിൽ അറബി ഭാഷാ പഠനം ശക്തിപ്പെടുത്താൻ നീക്കം നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായി കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ നടപ്പിലാക്കുന്ന അറബി ഭാഷാ പ്രചരണ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം അന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി നിർവഹിക്കുകയും ഇതിന്റെ ചിത്രങ്ങൾ ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസും അറബി ഭാഷയെ തീവ്രവാദ ഭാഷയായി ചിത്രീകരിക്കാൻ ചില സിനിമകൾ ശ്രമിക്കുന്നതായി അന്ന് ആരോപിക്കുകയും ഇത്തരം നീക്കങ്ങളെ നഖശിഖാന്തം എതിർക്കുന്ന സർക്കാരാണ് കേരളത്തിൽ ഉള്ളതെന്നും പറയുകയും ചെയ്തിരുന്നു. അതേസമയം മറ്റൊരു ഭാഷയെ പ്രോത്സാഹിപ്പിക്കാൻ കാണിക്കാത്ത താല്പര്യമാണ് ഇക്കാര്യത്തിൽ സർക്കാർ കാട്ടുന്നതെന്നും വിമർശനമുണ്ട്. സ്വദേശിവൽക്കരണത്തിന്റെ പാതയിലാണ് ഗൾഫ് നാടുകൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന്റെ ഭാഗമായി അവിടെ തൊഴിൽ ചെയ്യുന്ന മലയാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും അവർ നാടുകളിലേക്ക് തിരികെ വിമാനം കയറുകയുമാണ്. മാത്രവുമല്ല, ഇന്ന് ഗൾഫ് നാടുകൾക്ക് അപ്പുറം യൂറോപ്പിനെയാണ് മലയാളി തൊഴിലിനായി ഏറെ ആശ്രയിക്കുന്നത്. ജർമ്മൻ അടക്കമുള്ള ഭാഷകൾ പഠിക്കുന്ന സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊള്ള ലാഭമാണ് സാധാരണക്കാരിൽ നിന്നും ഈടാക്കുന്നതും. ഇത്തരം ഭാഷകൾ പഠിക്കുന്നതിന് പകരം അറബിക് മാത്രം എന്തിനാണ് സർക്കാർ ഇത്ര പ്രാധാന്യം നൽകുന്നത് എന്ന ചോദ്യവും ഉയരുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.